ആദ്യത്തെ ഇലക്ഷൻ സഖാവ് ജയിച്ചത് എവിടെ നിന്നാണ്? 1967 പാലക്കാട്ട് നിന്നും പാർലമെന്റിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ CS ദേവനെ 67,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു വിജയം. അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാമോ? സഖാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഏതാണ്? എന്താണ്? ഏറ്റവും വിശന്നിരുന്നപ്പോ കഴിച്ച ഭക്ഷണമായിരിക്കും ഈ ചോദിക്കുന്ന ഉത്തരം. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒളിവ് കാലത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു നേരത്തെ വറ്റിനു പോലും വാങ്ങില്ലാത്ത പാവങ്ങളുടെ കൂടെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉണക്കമീനും കപ്പയും കാണും. അന്ന് കഴിച്ച ഉണക്കമീന്റെ രുചിയായിരിക്കാം പിന്നീട് എന്റെ ഭക്ഷണത്തിന്റെ ഭാഗമായി മീൻ വാങ്ങുന്നത്. ആരാണ് സഖാവിന്റെ പൊളിറ്റിക്കൽ ഗുരു? അക്കാലത്ത് സ്കൂളുകളിൽ ഹരിജനങ്ങളെ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നില്ല. അവരെ പ്രബോധിപ്പിക്കുകയും പഠിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് സവർണരിരിക്കുന്ന അതേ ബെഞ്ചിൽ ഒപ്പം ഇരിക്കാനുള്ള അവസരം ഒരുക്കിയത് ഗോപാലേട്ടനായിരുന്നു. അതായത് ശാരദയുടെ അമ്മാവൻ റൈറ്റ്. അദ്ദേഹമാണ് എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ. നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ചിന്റെ അടുത്താണുള്ളത്. പയ്യാമ്പലം ബീച്ചിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയത് May 19-നാണ്. ഇത് EK നയനാറിന്റെ മ്യൂസിയം ആണ്. ഇതിന്റെ നിർമ്മിതി തന്നെ ഭയങ്കര പ്രത്യേക ഒരു നിർമ്മിതിയാണ്. ഇതിന്റെ ഫുള്ള് കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുള്ള് കല്ലാണ്. ഇതിന്റെ എന്താ പറയുക, തൊട്ടടുത്ത് ഓഡിറ്റോറിയം ഉണ്ട്. അതിന്റെ അപ്പുറം ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഓരോ ആൾക്കാരുടെ എന്താ പറയുക, രക്തസാക്ഷികളുടെ ഓരോരോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ സ്റ്റീല് കൊണ്ട് കൊത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാർ സ്റ്റീല് കൊണ്ടാണ് ഇത് ഫുള്ള് സ്റ്റീല് കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീല് കൊണ്ട് പേര് കൊത്തിയെടുത്തതാണ്. ഇതൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ കാര്യങ്ങൾ കാണാനും അറിയാനും ഉള്ള ഒരു ചരിത്രങ്ങളുണ്ട്. നമുക്കത് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോട്ടൽ വ്യൂ കേട്ടോ. ഇത് അങ്ങത്തോളം ഉണ്ട്. ഇത് നല്ല ഭംഗിയോട് കൂടിയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കല്ല് കൊണ്ടാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ നമ്മൾ പയ്യാമ്പലം ബേബി ബീച്ചിലേക്കൊക്കെ പോകുന്ന അവിടെ ഒരു പീരങ്കി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പീരങ്കിൻ്റെ സൈഡ് വഴി വന്നാൽ ഒരു പോക്കറ്റ് റോഡ്. ആ റോഡിൽ തന്നെ കയറുമ്പോൾ തന്നെ ഈ ഒരു മന്ദിരം കാണാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാട്ടാ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ശരിക്കും ഇതിന് മുന്നിൽ തന്നെ കുറച്ച് TV-കൾ അറേഞ്ച് ചെയ്തിട്ട് നല്ല വൃത്തി ഭംഗിയായി കുറച്ച് തൊഴിലാളിയുടെ വീഡിയോ ഒക്കെ ഫോട്ടോസെല്ലാം വെച്ചിട്ട് നല്ല ഭംഗി ചെയ്തിട്ട് കാണാം. ഇതൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയിൽ ഓരോ ആൾക്കാരെ ഫോട്ടോയും പതാകയും നല്ല എല്ലാം നല്ല ഭംഗിയോടുകൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ റിസപ്ഷൻ വരുന്നത്. റിസപ്ഷൻ ചേട്ടാ, ഇവിടെ എത്രയാണ് കുട്ടികൾക്ക് എത്ര റേറ്റ് വരുന്നത്? കുട്ടികൾക്ക് 25 രൂപ, അഡൽട്ടിന് 50 രൂപ. 50 രൂപ അല്ലേ? ഇത് ഓപ്പൺ ആക്കിയിട്ട് കുറേ ആയോ? നമ്മൾ നാനാത്തിനും നമ്മൾ May 19-നാണ് ഇപ്പോൾ ഇവിടെ പുതിയ ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അതെയല്ലേ? പിന്നെ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ആണല്ലേ? നാനാറ് ഇത് ഉപയോഗിച്ച സാധനങ്ങൾ നാനാറ് വായനാമുറി സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ വിവിധ നമ്മളെ സിപിഎമ്മിൻ്റെ കുറച്ച് നേതാക്കളുടെ സ്റ്റാച്ചു കൂടിയുണ്ട് സിലിക്കലിൽ നിർമ്മിച്ചത്. പിന്നെ ഇവിടെ നാനാറോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഹോളോഗ്രാം ആ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇത്. ഇത്രയാണ് കാണാനുള്ളത്. ഇവിടുന്ന് വീഡിയോ 7 മിനിറ്റോളം വീഡിയോ നമ്മുടെ രക്തസാക്ഷികളായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ ഇത് കാണിക്കുന്ന ഒരു കുറച്ച് വീഡിയോ
കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് ഇതുവഴി ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. കയറിയ ശേഷം നമ്മൾ കാണുന്ന വ്യൂ എന്ന് വെച്ചാൽ പണ്ടത്തെ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ, അവരുടെ ആൾക്കാരെ കാണുന്ന കാര്യങ്ങൾ, പിന്നെ കണ്ടിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങൾ, പിന്നെ ഈ കനാഡയുടെ പേഴ്സണൽ ഫോട്ടോസ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഭംഗിയായി നല്ല രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു ടാക്കീസാണ്. ഇത് പിന്നെ നമുക്ക് അതിനുള്ളിൽ കയറിയിട്ട് എന്ന് വെച്ചാൽ കാണാം. എന്താ ഇത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് വരാം. ഉള്ളവനും ഇല്ലാത്തവനും രണ്ടായി പകുത്ത ലോകം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിർ വരച്ച കാലം, മണ്ണ് ചുരത്തുന്ന നെല്ലും കടലിൽ മിന്നുന്ന മീനും കാട് നിറയുന്ന തേനും കാറ്റും പുഴയും മലയും, പണക്കാരുടെ മാത്രം പത്തായം നിറച്ച കാലം, മനുഷ്യരെ ചങ്ങലയിൽ തളച്ച കാലം,
രാജ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അരിവാളുകൾ ചന്ദ്രക്കലകളായി, രക്തസാക്ഷികൾ നക്ഷത്രങ്ങളായി. നാടാകെ പോരാട്ടങ്ങളിലൂടെ ഓർമ്മലങ്ങളിൽ ആയിരം ആയിരം അമ്മമാർ വീരന്മാർക്ക് ജന്മം നൽകി. ഇടനെഞ്ചിൽ ഇടിമുഴക്കവുമായി, മുഷ്ടികളിൽ ഇടിമിന്നലുമായി പുതിയൊരു കാലം, പുതിയൊരു ലോകം. മാറ്റത്തിന്റെ ഇതിഹാസം. തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞു. തിയേറ്റർ ശരിക്കും ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ചരിത്രങ്ങൾ കാണിക്കുന്നത്, ചരിത്രം അറിയുന്ന ഒരു വീഡിയോ നമ്മൾ കാണുന്നത്, നമ്മളെ കാണിക്കുന്നത്. അത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നമ്മൾ ഏകദേശം പണ്ട് കാലത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, ആ വീഡിയോ കണ്ടാൽ നമ്മൾ പണ്ട് കാലത്തെക്കുറിച്ച് ഓടിയെത്തുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ആ വീഡിയോ കണ്ട ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇവിടെ വെച്ചാൽ ഇ.കെ. നായറിൻ്റെ കുറേ ഓർമ്മകളും അവർ ഉപയോഗിച്ച കുറേ സാധനങ്ങളും പിന്നെ കുറേ സഖാക്കന്മാരുടെ പിന്നെ സ്റ്റാറ്റു ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. നമുക്കത് വരുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലേസാണ് കാണുന്നത്. അതിൽ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇ.കെ. നായർ ഉപയോഗിച്ച ഫർണിച്ചർ, അതേപോലെ ഇ.കെ. നായർ ഉപയോഗിച്ച പല കാര്യങ്ങളും, പേഴ്സ് എന്ന് വേണ്ട മാക്സിമം എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളത് ഇ.കെ. നായരുടെ ചരിത്രം ഏകദേശം ചിത്രം വരച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓരോരോ ഭാഗങ്ങളായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നേതാവായത്, ആൾക്കാരെ മനസ്സെങ്ങനെയാണ് ഇ.കെ. നായർ കീഴ്പ്പെടുത്തുന്നത്. ഇ.കെ. നായറിന് പേനകൾ ഭയങ്കര കമ്പായിരുന്നു. അതിൻ്റെ ഒരു വലിയൊരു പേന കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇ.കെ. നായർ ഉപയോഗിച്ച്, അതായത് ഗിഫ്റ്റ് കിട്ടുക, അങ്ങനെ കുറേ കളക്ഷൻസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതേപോലെ ഡയറി, അതേപോലെ കുറിപ്പുകൾ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ഡയറി കുറിപ്പുകളും അതിൻ്റെ എഴുത്തുകളും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്.
ഇതൊക്കെ ഇക്കനാനാർ സ്വന്തം കീഴ്പ്പടയിൽ എഴുതിയ എഴുത്തുകളാണ്. വ്യക്തമായി തിരിയുമെന്ന് വെച്ചാൽ തിരിയത്തില്ല, ആൾക്ക് മാത്രം മനസ്സിലാവും. ദിനേശ് വീടാണ് കേട്ടോ ഇത് കാണുന്നത്. ഇക്കനാനാർ ഇന്നലെ എവിടെ പോയാലും ഈ ദിനേശ് വീട് കൈകളിൽ കൊണ്ട് നടക്കുന്നതായിരുന്നു നമുക്കറിയപ്പെടുന്നത്. ഇതാണ് ഇക്കനാനാർ ഉപയോഗിച്ച ടിക്കറ്റ് കേട്ടോ, എയർ ടിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ആള് കൂടെയാണ് ഇക്കനാനാർ. എല്ലാം സൂക്ഷിച്ച് കൈകാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഇക്കനാനാർ. ഇക്കനാനാർ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന, അതായത് ടെലിവിഷനിലോട്ടെ ഫോൺ വഴി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരാൾക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് പരിഹരിക്കുന്ന ഒരു വീടാണ്. അതേപോലെ ഇതാണ്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇക്കനാറിന്റെ അടിപൊളി ഒരു പിക്ചർ പോലെയാണ്. പക്ഷേ ഇത് നമ്മളിതൊരു ഫിലിം കണ്ടിട്ട് ഇങ്ങനെ പീസായി വെച്ചിട്ട് നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊന്നും തിരിയില്ല, ഇങ്ങനെ പീസായിട്ട് ഉണ്ടാവുക. പക്ഷെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ മുന്നിൽ വന്ന് ഇടുന്നാൽ ഇക്കനാറിന്റെ ഫോട്ടോ ആണ്. ഇതൊക്കെ ഇവിടെ TV-ൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത് പണ്ടത്തെ നമ്മളെ ടെലിവിഷനില്ലേ, ആ ഒരു ടെലിവിഷൻ്റെ ഒരു രീതിയാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ പണ്ടത്തെ TV കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഭംഗിയായി ചെയ്തിട്ടുള്ളത്. ഇത് ഇക്കനാനാർ ഉപയോഗിച്ച കണ്ണടകൾ കാര്യങ്ങളൊക്കെയാണ്. ഇതിലാണ് ഇക്കനാനാർ ഉപയോഗിച്ച കണ്ണുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇക്കനാനാർ 5 തവണ MLA ആയിട്ടുണ്ട് കേട്ടോ. 5 തവണ MLA-യും 3 തവണ മുഖ്യമന്ത്രിയും 3 വർഷം MP-യും ആയിട്ടുണ്ട് ഇക്കനാനാർ. അതിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞ സംഭവമാണ് അവൻ സംഭവമാണ്. അതൊക്കെ ഇവിടെ നല്ല വൃത്തിക്ക്, അതായത് ഇത്തിരി കാലമായിട്ടും ഒന്നും ഒരു പൊറല് പോലും വെക്കാതെ ആണ് നല്ല രീതിയിൽ സൂക്ഷിച്ചുള്ള സംഭവമാണ്. ഇതൊക്കെ പാളെ തയ്യൽക്കാരൻ നിർമ്മിച്ച ഒരു ഇതാട്ടോ. ഇക്കനാനാറിന് വെച്ചാൽ ഈ വസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിക്കുക, വസ്ത്രങ്ങൾ പുതിയ മേടിച്ചു അങ്ങനത്തെ ഒരു ശീലങ്ങൾ വളരെ കുറവായിരുന്നു പറയുന്നത്. ഇത് ഇക്കനാനാർ ഉപയോഗിച്ച ബെൽറ്റുകൾ, തൊപ്പി, ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളാട്ടോ. അതേപോലെ ബാഗുകള്, കണ്ണാടി, അങ്ങനെ കുറേ കാര്യങ്ങൾ, ചരിത്രങ്ങൾ. ശരിക്കും ഇതാ സോപ്പ് വരുന്നുണ്ടോ, സോപ്പ്, നാക്കട്ടർ, ഷേവിംഗ് സെറ്റ്, ചീർപ്പ്. ഇക്കനാനാർ വെച്ച പേഴ്സ് കാര്യങ്ങള്. ഇക്കനാനാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങളിവിടെ കാണാനുണ്ട്. തീർച്ചയായും നിങ്ങൾ കണ്ണൂർക്കാരാണെങ്കിൽ തീർച്ചയായും കാണണം. എല്ലാ പുറം നാട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നിർമ്മിച്ചത് അടിപൊളി കോസ്റ്റ്യൂമാക്കി നല്ല. അതിൻ്റെ നേരെ അപ്പുറം വന്നാൽ EMS സഖാവ് AK ഗോപാലൻ. ഇതൊക്കെ നല്ല രീതിയിൽ, അതായത് ഒരാൾ നിൽക്കുന്ന എങ്ങനെയാണോ അതേപോലെ ആ ഒരു ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് K ദാമോദരൻ, ശേഖർ, ഇതൊക്കെ ഏതാണ്ട് നല്ല ആൾക്കാർ നിൽക്കുന്ന അതേ ഫീൽ തന്നെ നമുക്ക് തരുന്ന കേട്ടോ. നയനാർ വായനമുറി എന്ന് അതേ സംഭവം ഇതാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു നയനാർ അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോ. സ്റ്റാച്ചു ആയത് എല്ലാം, അതായത് ഇവിടെ വെച്ചിരിക്കുന്ന ബുക്ക്, പേന, എന്താണ് എല്ലാം ഒറിജിനൽ നയനാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. കസേര കാര്യങ്ങളൊക്കെ നയനാർ ഉപയോഗിച്ചിരുന്ന സംഗതികളാണ്. ഇത് നയനാറിന്റെ ഹോളോഗ്രാം പ്രൊജക്ഷൻ ആണ്. ഇത് നമുക്ക് നയനാറായിട്ട് നേരിട്ട് സംസാരിക്കുന്നതായ ഫീല് കിട്ടും. അത് നമുക്ക് വാക്കാരി കാണാം. ഇത് കണ്ടോ, ശരിക്കും നയനാർ അവിടെ നിൽക്കുന്നതേ ഫീലുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ നയനാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നയനാർ ശരിക്കും ഉത്തരം പറയുന്നതാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ഇലക്ഷൻ സഖാവ് ജയിച്ചത് എവിടെ നിന്നാണ്?
1967 പാലക്കാട്ട് നിന്നും പാർലമെന്റിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ CS ദേവനെ 67,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു വിജയം. അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാമോ? സഖാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഏതാണ്? എന്താണ്? ഏറ്റവും വിശന്നിരുന്നപ്പോ കഴിച്ച ഭക്ഷണമായിരിക്കും ഈ ചോദിക്കുന്ന ഉത്തരം. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒളിവ് കാലത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു നേരത്തെ വറ്റിനു പോലും വാങ്ങില്ലാത്ത പാവങ്ങളുടെ കൂടെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉണക്കമീനും കപ്പയും കാണും. അന്ന് കഴിച്ച ഉണക്കമീന്റെ രുചിയായിരിക്കാം പിന്നീട് എന്റെ ഭക്ഷണത്തിന്റെ ഭാഗമായി മീൻ മാറുന്നത്. ആരാണ് സഖാവിന്റെ പൊളിറ്റിക്കൽ ഗുരു? അക്കാലത്ത് സ്കൂളുകളിൽ ഹരിജനങ്ങളെ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നില്ല. അവരെ പ്രബോധിപ്പിക്കുകയും പഠിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് സവർണരിരിക്കുന്ന അതേ ബെഞ്ചിൽ ഒപ്പം ഇരിക്കാനുള്ള അവസരം ഒരുക്കിയത് ഗോപാലേട്ടനായിരുന്നു. അതായത് ശാരദയുടെ അമ്മാവൻ റൈറ്റ്. അദ്ദേഹമാണ് എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ. എനിക്ക് നല്ല വൃത്തിക്കാൻ സംസാരിക്കുന്നത് എന്താ പറയാ, നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന അതേ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടാലേ അതിന്റെ ഒരു ഫീല് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഇതൊക്കെ കണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് നാനാറുടെ ചരിത്രം അതേപോലെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മാക്സിമം കണ്ണൂരുള്ള ആൾക്കാരാണെങ്കിൽ കാണാൻ വരാൻ പറ്റുമെങ്കിൽ കാണാൻ വരിക. മറ്റുള്ള സ്ഥലത്തെ ആളുകളാണെങ്കിൽ മാക്സിമം ഇവിടെ കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ മാക്സിമം എത്തിയാൽ ഈ പ്രദേശത്ത് വരാൻ നോക്കുക. പിന്നെ ഇത് ബേബി ബീച്ചിന്റെ തൊട്ട് അരികിൽ തന്നെയാണ്. അതുകൊണ്ട് ബേബി ബീച്ചിലൊക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. അങ്ങനെ തീർച്ചയായും കാണാം. നമ്മൾ മാക്സിമം ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. കാരണം മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.